നമസ്കാരം. കുന്നത്തുനാടിലെ ജെട്ടി മുതലാളിയുടെ ഒരു സത്യസന്ധ കഥ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അഴിമതിക്കാരനല്ലേ ആരും അങ്ങനെ പറഞ്ഞു കളയരുത് കേട്ടോ. സത്യസന്ധതയ്ക്ക് പര്യായമായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അവിടെ ഇക്കഴിഞ്ഞ ജൂൺ 18, 24 തീയതികളിൽ പഞ്ചായത്തിന്റെ അന്വേഷണ സംഘം നടത്തിയ അപ്രതീക്ഷിത പരിശോധനയിൽ മൊത്തം തട്ടിപ്പും വെട്ടിപ്പും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സാബു മുതലാളിക്ക് വേണ്ടി വിടുപണി എടുത്തുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ പണി തെറിച്ചിട്ടുണ്ട്. സാബു മുതലാളി ബന്ധുക്കൾക്കും പിന്നെ സ്വന്തം മതക്കാരായിട്ടുള്ളവരടുത്തൊക്കെ വല്ലാത്ത സ്നേഹവും അടുപ്പവും ഒക്കെ ഉള്ളവരാണല്ലോ. ഒപ്പം കൂട്ടുകാർക്കും പിന്നെ മതസ്നേഹിയാണ്. അച്ചായന്മാരെ വിട്ടുള്ള ഒരു കളിയില്ല. അവർക്ക് എന്ത് ആവശ്യമുണ്ടോ മുതലാളിയുടെ പഞ്ചായത്തിൽ ചെല്ലുക, മുതലാളിയുടെ പോക്കറ്റിൽ കുറച്ച് പണം വെച്ചു കൊടുക്കുക, മുതലാളിയുടെ അടിമയായിട്ടുള്ള സെക്രട്ടറിയെ വിളിച്ച് പറയും എന്ത് തരം അഴിമതിക്ക് ഒപ്പിട്ട് കൊടുക്കുക. അങ്ങനെയാണ് പഞ്ചായത്തില് ഭൂപതിവ് ചട്ടങ്ങൾ മറികടന്ന് ചില ഭൂമികൾ തരം മാറ്റി കൊടുത്തതിലും ചില ഇടങ്ങളിൽ ഗോഡൌൺ കെട്ടാൻ വേണ്ടിയെല്ലാം ഈ പറയുന്ന ഷാജിമോൻ കാവു എന്ന സെക്രട്ടറി എല്ലാത്തിലും കൂട്ടുനിന്നു. അതിനും പോരാഞ്ഞിട്ട് ഈ രായാവിന്റെ അനുമതി മേടിച്ചുകൊണ്ട് ജൂൺ 18 മുതൽ 24 വരെ അദ്ദേഹം അവധിയിലായിരുന്നു. അതായത് ഈ അവധി രജിസ്റ്ററിൽ ഞാൻ ആബ്സെന്റ് ആണ് അല്ലെങ്കിൽ ലീവ് ആണെന്ന് മാർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ ഒഫീഷ്യലി ഇദ്ദേഹം രേഖാമൂലം ഈ ഒരാഴ്ച ഞാൻ അവധിയിലാണെന്ന് അറിയിക്കാതെ ജെട്ടി മുതലാളിയുടെ അനുമതിയും മേടിച്ചുകൊണ്ട് സെക്രട്ടറി ടൂർ പോയിരുന്നു. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പരിശോധന, അവിടെ ഈ പഞ്ചായത്തിൽ പല കാര്യങ്ങളുമായിട്ട് ആൾക്കാർ വരുമ്പോൾ സെക്രട്ടറി ഇല്ല. സാബു മുതലാളിയുടെ അടുത്ത് ചോദിച്ചാൽ ഇവിടെ വന്ന് കിടന്ന് വലിയ വേലത്തിന് ഇറക്കിയാണല്ലോ നിന്റെ കാർഡ് കട്ട് ചെയ്തത് എന്നുള്ള ഭീഷണിപ്പെടുത്തൽ. അങ്ങനെയാണ് പഞ്ചായത്തിലെ ഉന്നത അധികാരികൾക്ക് പരാതി കൊടുത്തത്. അങ്ങനെ പഞ്ചായത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് അഴിമതിയോട് അഴിമതി. അതായത് ഈ നാട്ടിലെ പണക്കാരായിട്ടുള്ള അച്ചായന്മാർക്കും ഒപ്പം സാബുവിന്റെ ബന്ധുക്കൾക്കെല്ലാം പണമുണ്ടോ നേരെ വരിക, എന്റെ ഓഫീസിലെ ഒരു മേശ തുറന്നു വയ്ക്കും, അതിനകത്തേക്ക് കട്ടിക്ക് പണമിടുക, പണമിട്ടതിന് ശേഷം എന്റെ അടിമയായിട്ടുള്ള ഷായ്മോൻ എന്ന സെക്രട്ടറിയെ ഞാൻ വിളിച്ചു പറയും. ആ സെക്രട്ടറി ഏത് തരത്തിലുള്ള ഫയലും അത് ഒപ്പിട്ട് കൊടുക്കുന്ന സാഹചര്യം. അതിൽ ഏറ്റവും വലുത് അവിടെ ഒരു ഗോഡൌൺ കെട്ടിയ വിഷയമാണ്. അത്തരം ഗോഡൌണുകളൊക്കെ കെട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായാൽ ഈ ഫയർഫോഴ്സിന്റെ NOC വേണമല്ലോ. പക്ഷേ നമ്മുടെ സാബു മുതലാളിയുടെ രാജ്യത്ത് അങ്ങനെയുള്ള ആചാരമൊന്നുമില്ല. എന്ത് ഫയർഫോഴ്സ്, തീ പിടിച്ചാൽ പോവുമെന്ന്. ഇവിടെ നിയമമൊന്നും ഈ രാജ്യത്ത് ഒരു പ്രശ്നമല്ല. ജെട്ടി മുതലാളിയായ ഞാൻ ഭരിക്കുന്നിടത്ത് ഈ നാട്ടിലെ ബാക്കിയുള്ള നിയമമൊക്കെ അതൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ എന്റെ നിയമം, എന്റെ ഉത്തരവ്, എന്റെ മാത്രം തീരുമാനം. ആ രീതിയിലാണ് ആ സെക്രട്ടറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള ഭൂമി തരംമാറ്റം, അതായത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭൂപതിവ് ചട്ടങ്ങൾക്ക് ഒരിക്കലും നിരക്കാത്ത രീതിയിലുള്ള പല തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയത് കയ്യോടെ പിടിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാജിമോൻ കാവു എന്ന സെക്രട്ടറിയുടെ പണി കട്ടപ്പുറത്തായത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പഞ്ചായത്ത് സെക്രട്ടറി, കുന്നത്തുനാട് പഞ്ചായത്ത് അറിയാലോ, 2020 ഭരിക്കുന്നതാണ്. ഒരു അഴിമതിയില്ല, എല്ലാം സിംഗപ്പൂർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ സർക്കാർ ഫണ്ടെല്ലാം സ്വന്തം നിലയ്ക്ക് വെട്ടി തന്റെ കമ്പനിക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കുക. കമ്പനിയിലേക്ക് പോകുന്നിടത്ത് റോഡ് വയ്ക്കുക, കമ്പനിയിലേക്ക് പോകുന്നിടത്ത് സ്ട്രീറ്റ് ലൈറ്റ് വയ്ക്കുക, കമ്പനിക്ക് വേണ്ട സാഹചര്യം ഒരുക്കുക, കടമ്പ്രയാറ് മലിനമാക്കുന്ന രീതിയിലുള്ള ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം എന്റെ കമ്പനിക്ക് വഴിവിട്ട് തരിക. ഇതൊക്കെയാണ് പഞ്ചായത്തിന്റെ ജോലി. അതിനുവേണ്ടി ഇദ്ദേഹം നടത്തുന്ന പരിപാടിയാണല്ലോ ഈ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഈ അടുത്ത ദിവസം അടച്ചു പൂട്ടിയിരുന്നു. ചാലക്കുടിയിൽ കുറച്ച് പണം അധികം ഇറങ്ങിയപ്പോ ഇനിയിപ്പോ CSR ഫണ്ട് വഴി എവനെയൊന്നും തീറ്റിപ്പോറ്റണ്ട, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് വിജയിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഞാൻ അഴിമതിക്കാരനല്ല, ഇഷ്ടം പോലെ പണമുള്ളവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ സത്യസന്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് പണമുള്ളവനെ അധികാരം ഏൽപ്പിക്കൂ, അവനാകുമ്പോൾ നിങ്ങളെ വാരിക്കോരി സഹായിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് മൈക്ക് കെട്ടിവെച്ച് നന്ദികേടിന്റെ കഥ പറഞ്ഞത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പണി തെറിച്ചതോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നത് അഴിമതിയുടെ ഒരു കൂത്തരങ്ങായിട്ട് കുന്നത്തുനാട് പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. സാധാരണക്കാർക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. മുതലാളിയെ പിണങ്ങുമെന്ന് കരുതിക്കൊണ്ട് പല കാര്യങ്ങളിലും നടപടിയില്ലാതെ ഒഴിവാക്കി വിടുമ്പോൾ മുതലാളിയോടുള്ള ഭയത്തോടുകൂടി പല കാര്യങ്ങളും ജനാധിപത്യ വിരുദ്ധമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അഴിമതിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതിൽ മേരി എന്ന പേരും വർഗീസ് എന്ന പേരൊക്കെ കടന്നു വരുമ്പോൾ ജെട്ടി മുതലാളിക്കുള്ള ക്രിസ്ത്യൻ സ്നേഹമുണ്ടല്ലോ. പഞ്ചായത്തിന്റെ അധികാരം തന്റെ അടിമകളെ വെച്ചിട്ട് തന്റെ ഇഷ്ടക്കാർക്കും പണക്കാർക്കും തന്റെ സഭയിലുള്ളവർക്കെല്ലാം യഥേഷ്ടം പലതരം കാര്യങ്ങളും വഴിവിട്ട രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് ആ ഒരൊറ്റ തീരുമാനത്തിൽ ബോധ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്തുകൊണ്ട് സർക്കാരിനെ അറിയിക്കാതെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതെ ഒരാഴ്ചയിലേറെ അവധിയിൽ പോകാനായിട്ട് എങ്ങനെ ധൈര്യമുണ്ടായി? രായാവിനോട് പറഞ്ഞു ഞാൻ ലീവിലാണ്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. പക്ഷെ ഈ നാട്ടിലെ ബാക്കിയുള്ള സർക്കാർ സംവിധാനമൊന്നും രായാവിന് പ്രശ്നമല്ലെങ്കിലും സെക്രട്ടറിക്ക് പ്രശ്നമാണെന്ന്. സെക്രട്ടറി ഒരു കാലത്തും ഇനിയിപ്പോ സർക്കാരിന്റെ പൈസ വാങ്ങിച്ച് ഞണ്ണാൻ യോഗ്യതയില്ലാത്തവരാണ്. പണി തിരിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. മുതലാളിക്ക് വേണ്ടി ഇത്തരം വൃത്തികെട്ട പ്രവർത്തനങ്ങൾ, അതായത്
ഒരു ഗോഡൌൺ കെട്ടാൻ വേണ്ടി വഴിവിട്ട് ഫയർഫോഴ്സിന്റെ NOC പോലും ഇല്ലാതെയൊക്കെ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവനൊന്ന് സർവീസിൽ ഇരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തവരാണ്. മുതലാളിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരെല്ലാം ഈ അഴിമതി പണം കൈപ്പറ്റുന്നവരാണ്. സർക്കാർ ഫണ്ടുകളെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പല തരത്തിലുള്ള കൊടിയ അഴിമതികൾ കുന്നത്തുനാട് പഞ്ചായത്തിൽ നടക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നതാണ് സെക്രട്ടറിയുടെ പണി കട്ടപ്പുറത്തായിരിക്കുന്നത്. സെക്രട്ടറി ആർക്ക് വേണ്ടിയാണ് ആ വിടുപണി ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യത്തിന് അത് ഈ പറയുന്ന ജട്ടി മുതലാളിയുടെ ഒരു മേശ അവിടെ ഓഫീസിലുണ്ട്. ആ മേശയിലേക്ക് വീഴുന്ന നോട്ടുകെട്ടുകൾക്ക് വേണ്ടി പല തരത്തിലുള്ള ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ സെക്രട്ടറി ചെയ്തു എന്ന് ബോധ്യപ്പെടുകയാണ്. ഇതാണ് അഴിമതി വിരുദ്ധനായിട്ടുള്ള ജട്ടി മുതലാളി. സകലത്തിലും അഴിമതി അഴിമതി അഴിമതി. അത് നടത്തിയതിനു ശേഷം CSR ഫണ്ട് അത് നേരിട്ട് സർക്കാരിന് കൊടുക്കാൻ മടിയുള്ളത് കൊണ്ട് അതിൽ നക്കാപ്പിച്ച കൊടുത്ത ഒരു പഞ്ചായത്തിന്റെ അധികാരം പിടിച്ചിരിക്കുന്നത് അഴിമതിയും കൊള്ളത്തരവും നടത്താൻ വേണ്ടി തെളിഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഇദ്ദേഹത്തിന് വേണ്ടി ഒപ്പിട്ട സെക്രട്ടറിയുടെ പണി പോയിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം.